ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. നിങ്ങൾ എനിക്ക് നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. നിങ്ങൾ ഈ വചനഭാഗം പൂർണ്ണമായി കേൾക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കല്ലേ. പ്രഭാഷകൻ സിറാക്കിൻ്റെ ചിന്തകളിൽ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും, അതായത് ജോഷുവ, സാമുവേൽ, രാജാക്കന്മാർ, ദിനവൃത്താന്തം, നെഹമ്യ എന്നീ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും യെശയ്യാ, ജെറമ്യ, എസെക്കിയേൽ, ഹഗായി, മലാക്കി തുടങ്ങിയ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നതായും അവരുടെ സന്ദേശങ്ങൾ പകരുന്നതായും കാണാം. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. ചോദ്യം 1. നിയമം പാലിക്കുന്നത് എന്തിനു തുല്യമാണ്? ഉത്തരം: നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യം. വാക്യം 35:1. 2. കൽപ്പനകൾ അനുസരിക്കുന്നത് എന്തിനു തുല്യമാണ്? സമാധാന ബലിക്ക് തുല്യം. വാക്യം 35:2. 3. എന്താണ് ധാന്യബലിക്ക് തുല്യം? കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത്. വാക്യം 35:3. 4. ഭിക്ഷ കൊടുക്കുന്നവൻ ഏതു ബലിയാണ് അർപ്പിക്കുന്നത്? കൃതജ്ഞതാ ബലി. വാക്യം 35:4. 5. കർത്താവിന് പ്രീതികരമാകുന്നത് എന്താണ്? ദുഷ്ടതയിൽ നിന്നും ഒഴിയുന്നത്. വാക്യം 35:5. 6. ഏതാണ് പാപപരിഹാര ബലിക്ക് തുല്യം? അനീതി വർജിക്കുന്നത്. വാക്യം 35:5. 7. വെറും കൈയോടെ ആരെ സമീപിക്കരുതെന്നാണ് പ്രഭാഷകൻ 35:6 പറയുന്നത്? കർത്താവിനെ. 8. ബലികൾ അനുഷ്ഠിക്കുന്നവൻ എന്താണ് അനുസരിക്കുന്നത്? നിയമം. വാക്യം 35:7. 9. ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് എന്താണ്? നീതിമാൻ്റെ ബലി. വാക്യം 35:8. 10. നീതിമാൻ്റെ ബലിയുടെ സുഗന്ധം എവിടെ എത്തുന്നു? അത്യുന്നതൻ്റെ സന്നിധിയിൽ. വാക്യം 35:8. 11. ആരുടെ ബലിയാണ് സ്വീകാര്യവും വിസ്മരിക്കപ്പെടാത്തതും? നീതിമാൻ്റെ. വാക്യം 35:9. 12. കർത്താവിന് എങ്ങനെ മഹത്വപ്പെടുത്തണമെന്നാണ് പ്രഭാഷകൻ 35:10 പറയുന്നത്? കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. 13. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ 35:10 പറയുന്നത്? ലുപ്തം കാട്ടരുത്. 14. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം എങ്ങനെ ആയിരിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? മുഖം വാടരുത്. 15. സന്തോഷത്തോടെ എന്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്? ദശാംശം. 16. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കേണ്ടത് എന്താണ്? ദശാംശം. വാക്യം 35:12. നമ്മുടെ പ്രവൃത്തികൾക്കൊത്ത് പ്രതിഫലം നൽകുന്നതാരാണ്? കർത്താവ്. വാക്യം 35:13. 18. ആർക്കാണ് കൈക്കൂലി കൊടുക്കരുതെന്ന് പ്രഭാഷകൻ 35:14 പറയുന്നത്? കർത്താവിന്. 19. പക്ഷപാതമില്ലാത്ത ന്യായാധിപൻ ആരാണ്? കർത്താവ്. വാക്യം 35:15. 20. അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവഗണിക്കാത്തതാരാണ്? കർത്താവ്. വാക്യം 35:17. 20. ആരുടെ പ്രാർത്ഥനയാണ് മേഘത്തോളം എത്തുന്നത്? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ. വാക്യം 35:20. 22. തൻ്റെ പ്രാർത്ഥനയോ കർത്തൃസന്നിധിയിലെത്തുന്നതുവരെ സ്വസ്ഥനായിരിക്കില്ലാത്തതാരാണ്? വിനീതൻ. വാക്യം 35:21. 23. ന്യായവിധി നടത്തി നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ സ്വസ്ഥമായിരിക്കില്ലാത്തത് ആരാണ്? നിഷ്കളങ്കൻ. 24. അനീതി പ്രവർത്തിക്കുന്നവരുടെ ചെങ്കോൽ തകർക്കുന്നതാരാണ്? കർത്താവ്. 25. മനുഷ്യൻ്റെ പ്രയത്നങ്ങൾക്കും അവയുടെ വൈഭവത്തിനും അനുസരിച്ച് കർത്താവ് എന്താണ് നൽകുന്നത്? പ്രതിഫലം. വാക്യം 35:24. 26. തൻ്റെ ജനത്തിൻ്റെ പരാതികൾ വിധി കൽപ്പിച്ച് എങ്ങനെ അവരെ ആനന്ദിപ്പിക്കും? കർത്താവ് തൻ്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വാക്യം 35:25. 27. വരൾച്ചയുടെ നാളുകളിൽ എന്താണ് ആശ്വാസമാകുന്നത്? മഴക്കാറ്. 35:26. 28. കഷ്ടതയുടെ നാളുകളിൽ എന്താണ് ജനത്തിന് ആശ്വാസമാകുന്നത്? കർത്താവിൻ്റെ കരുണ. വാക്യം 35:26. 29. പ്രഭാഷകൻ 35 അധ്യായത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് എന്താണ്? കർത്താവിന് ജനത്തോടുള്ള കരുണ. 30. പ്രഭാഷകൻ 35-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 26 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.